നമസ്കാരം. സംസ്ഥാനത്ത് സ്വർണത്തിന്റെ വില റെക്കോർഡുകൾ ഭേദിച്ചു കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഒറ്റയടിക്ക് 960 രൂപയോളം ഉയർന്നതോടുകൂടി സ്വർണ്ണവില ആദ്യമായി 61,000 കടന്നു. ഒരു പവൻ സ്വർണത്തിന് ഇന്നലെ സംസ്ഥാനത്ത് ഈടാക്കിയത് 61,840 രൂപയാണ്. കേരള ചരിത്രത്തിൽ തന്നെ സ്വർണത്തിന് ഈടാക്കുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇന്ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇറക്കുമതി തീരുവ ഉയർത്തുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക് തന്നെ ഉയരും. ഇതോടെ ഗ്രാമിന് 8,000 രൂപയെങ്കിലും ആകുമെന്നാണ് വിലയിരുത്തൽ. വില ഇത്തരത്തിൽ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ തരി പൊന്നും അതീവ സുരക്ഷിതയോടെയാണ് മലയാളികൾ സൂക്ഷിക്കുന്നത്. വലിയ സ്വർണ്ണ ശേഖരമുള്ളവരൊക്കെ കള്ളന്മാരെ പേടിച്ച് അവ ബാങ്ക് ലോക്കറിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സജ്ജീകരിച്ച അത്യാധുനിക സുരക്ഷകളുള്ള ഷെൽഫുകളിലോ ആണ് മാറ്റിവെക്കുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാർ ചില പ്രത്യേക ഇടങ്ങളിലാണ് സ്വർണം സൂക്ഷിക്കാറുള്ളത്. അടുക്കളയിലെ അരിപ്പാത്രത്തിൽ, പഴയ തുണികൾക്കിടയിൽ, അലമാരയുടെ മുകളിലൊക്കെയായി ആളുകൾ സ്വർണം സൂക്ഷിക്കുന്നു. അത്തരത്തിൽ മോഷ്ടാക്കളെ ഭയന്ന് കൊല്ലം അഞ്ചൽ പുഞ്ചങ്കോണത്തെ സുഭദ്ര തങ്ങളുടെ കൈവശമുള്ള ഏതാനും സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചത് പഴയ കുക്കറിലായിരുന്നു. സ്വർണമടങ്ങിയ കുക്കർ അമ്മയും മകളും എടുത്ത് ആക്രി വിൽപ്പനക്കാരന് കൈമാറുകയും ചെയ്തു. സ്വർണം കൈവിട്ടുപോയെങ്കിലും സത്യസന്ധനായ ആക്രി വിൽപ്പനക്കാരൻ തമിഴ്നാട്ടുകാരൻ മഹേഷ് ഏറെ പണിപ്പെട്ടാണെങ്കിലും വീട്ടിലെത്തി സ്വർണം തിരികെ നൽകിയതോടെയാണ് സുഭദ്രയുടെ ശ്വാസം നേരെ വീണത്. ഒരാഴ്ച മുൻപ് വീട്ടിൽ വന്ന മഹേഷിന് സുഭദ്രയും മകളും ചേർന്ന് പഴയ സാധനങ്ങൾ എടുത്ത് നൽകുകയായിരുന്നു. പ്രദേശത്ത് നിന്നും ശേഖരിച്ച ആക്രി സാധനങ്ങളുമായി നിലമേലിലെ താമസ സ്ഥലത്തേക്ക് പോയ മഹേഷ് 2 ദിവസം കഴിഞ്ഞാണ് കുക്കറിനുള്ളിൽ സ്വർണം കണ്ടെത്തുന്നത്. നിരവധി വീടുകളിൽ നിന്ന് പഴയ സാധനങ്ങൾ ശേഖരിച്ചതിനാൽ സ്വർണം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ചില നാട്ടുകാരുടെ സഹായത്തോടെ പുഞ്ചക്കോണം വാർഡ് മെമ്പർ ഷൈനിയുടെ മൊബൈൽ ഫോൺ നമ്പർ കണ്ടെത്തി വിവരം പറഞ്ഞു. പിന്നാലെ ഷൈനി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നഷ്ടപ്പെട്ട സ്വർണം സുഭദ്രയുടേതാണെന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് മെമ്പറുടെ വീട്ടിലേക്ക് സുഭദ്രയെയും മഹേഷിനെയും വിളിച്ചു വരുത്തി സ്വർണ്ണാഭരണങ്ങൾ കൈമാറുകയായിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.